ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. കഴിഞ്ഞ വാരം വീഡിയോകൾക്ക് കീഴെ വന്ന ചോദ്യങ്ങളും സംശയങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. അഭിനന്ദനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമൊക്കെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അഭിനന്ദിക്കപ്പെടുക എന്നതിനേക്കാൾ വിമർശനപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. അത് അഭിനന്ദിച്ചവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചിന്തിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് ഓരോ വിമർശനങ്ങളും അടയാളപ്പെടുത്തുന്നത്. അത് വളരെ നന്മയാണ്. അത്തരം ചോദ്യങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും നാം ഉന്നയിക്കുന്ന വിഷയങ്ങളോട് ഇടപെടുന്നു എന്നത് ഗൗരവമായി നമ്മുടെ വിശ്വാസത്തെ നാം പരിശോധിക്കുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണ്. ഓരോ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ചോദ്യങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ഹ്രസ്വമായിട്ടാണ് ഉത്തരം പറയാൻ ശ്രമിക്കുക. പ്രത്യേകമായി ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ പറഞ്ഞ ഒരഭിപ്രായം കുറച്ചുകൂടി ലളിതമായി കാര്യങ്ങൾ പറയണമെന്നുള്ളതാണ്. ഒരു വിഷയത്തെ ലളിതമാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് കൂടുതൽ സമയമെടുക്കും എന്നുള്ളതാണ്. ഉദാഹരണങ്ങളിലൂടെയും ഉപമകളിലൂടെയും ലളിതമായ ഭാഷയിലൂടെയും പല കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പ്രകൃതം വിപുലമായ ഒന്നായിട്ട് മാറും. ഈശോ തന്നെയും ഉപമകളിലൂടെയൊക്കെയാണ് സംസാരിച്ചത്, മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ പറയാൻ കഴിയാതെ പോകുന്നത് സ്വന്തം പിഴവായിട്ട് അംഗീകരിക്കുന്നു. കൂടുതൽ ശ്രമിക്കാം എന്ന് മാത്രമേ അതിന് തൽക്കാലം പറയാൻ കഴിയൂ. നിങ്ങളുടെ സഹകരണവും സ്നേഹവും നന്ദിപൂർവ്വം ഓർക്കുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ വൈദികരും മേലധികാരികളും ശരിയായി ധർമ്മം നിറവേറ്റാത്തതല്ലേ, അതായത് വേണ്ട പ്രബോധനം ജനങ്ങൾക്ക് കൊടുക്കാത്തതല്ലേ അവർ കാര്യസാധ്യത്തിനായി കൺവെൻഷനുകളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ഒക്കെ പോകാൻ കാരണമാകുന്നത് എന്നാണ് ഒരു ചോദ്യം. വാട്സപ്പിൽ വന്ന ഈ ചോദ്യത്തിന് തന്നെ ചില തിരുത്തുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ വൈദികരും മേലധികാരികളും എന്നെടുത്ത് ഈ അധികാരികൾ എന്ന ഭാവം നാം മാറ്റണം. അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടല്ല നാം ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ മേലധ്യക്ഷന്മാർ ശുശ്രൂഷകരാണ്. ദൈവജനത്തെ ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടായ്മയാണ് സഭ. അതിൽ ശുശ്രൂഷക സ്ഥാനത്ത് പ്രാമുഖ്യം വഹിക്കുന്നവരാണ് ഈ മേലധ്യക്ഷന്മാരായി പ്രവർത്തിക്കുന്നവർ. അവരധികാരികളായി പരിഗണിക്കേണ്ടതില്ല. അടിമ ഉടമ ബന്ധമല്ല സഭയ്ക്കകത്തുള്ളത്, ശുശ്രൂഷകർ തമ്മിലുള്ള ബന്ധമാണ്. വൈദികരും മേലധ്യക്ഷന്മാരും നമ്മെ ശുശ്രൂഷിക്കുന്നു, നാം ലോകത്തെ ആകെ ശുശ്രൂഷിക്കുന്നു. അങ്ങനെ ശുശ്രൂഷാപരമായ ഒരു ജീവിതമാണ് സഭയുടെ. കാലങ്ങളായി നാം ധരിച്ചു വെച്ചിട്ടുള്ളത് അവർ അധികാരികളാണെന്നാണ്. ഈ അധികാരത്തിന് വിധേയപ്പെടുക എന്നുള്ളതല്ല, ക്രിസ്തുവിൽ സഭയ്ക്ക് വിധേയപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി പറഞ്ഞ കാര്യം, അവർ ധർമ്മം നിറവേറ്റാത്തത് കൊണ്ടല്ലേ? യഥാർത്ഥത്തിൽ ആരുടെയെങ്കിലും മേൽ പഴിചാരി ഈ ധർമ്മച്യുതിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമുക്കൊക്കെ പങ്കാളിത്തമുള്ളൊരു കാര്യമാണ്. ദൈവത്തിന് സ്വന്തം ജനമായി പരിഗണിക്കുന്ന നാം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടുന്ന നാം, നമ്മുടെ ധർമ്മം നിറവേറ്റുന്നതിൽ വീഴ്ചയുള്ളവരാണ് എന്ന കാര്യം അംഗീകരിക്കണം. ആ വീഴ്ചയുടെ പ്രഥമമായ ഭാഗം നാം കാണുന്നത് ശുശ്രൂഷകരിലാണ്, വൈദികരിലും മേലധ്യക്ഷന്മാരിലുമാണ്. ധർമ്മം നിറവേറ്റപ്പെടുന്നില്ല എന്നുള്ളത് അംഗീകരിക്കണം. അത് വാസ്തവമായൊരു കാര്യമാണ്. കാരണം വിശ്വാസവിരുദ്ധമായ അനേകം ആശയങ്ങൾ പ്രചരിക്കുകയും ആൾദൈവങ്ങളും അത്തരത്തിലുള്ള സങ്കേതങ്ങളുമൊക്കെ വളർന്നു വരികയും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തുകൂടാ എന്ന് പറയാൻ, ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കാൻ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകർ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. എപ്പോഴും സമ്പത്ത് കേന്ദ്രീകൃതമായ തർക്കങ്ങളും ആചാരപരമായ തർക്കങ്ങളും ഒക്കെ അവർ കൈകാര്യം ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ദൈവജനത്തെ ശുശ്രൂഷിക്കേണ്ട വിശ്വാസ മേഖലയെ
അവഗണിക്കുന്നു എന്ന അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത്. ഞാനും നിങ്ങളും അടങ്ങുന്ന ശുശ്രൂഷ നിരയിലെ ഏത് പടവിലുള്ളവരെയും ചോദ്യം ചെയ്യാനും അവർ പ്രചരിപ്പിക്കുന്ന ആശയങ്ങളിലെ കുറവുകളെ തിരുത്താനും സഭാ നേതൃത്വത്തിന് കഴിയേണ്ടതാണ്. ഇപ്പൊ കരസ്മാറ്റിക് പ്രസ്ഥാനം ഉണ്ടായ സമയത്ത് പോളാറാമൻ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പഠിക്കാനായി സമിതിയെ നിയോഗിക്കുന്നുണ്ട്. ഇത്രയേറെ വർഷങ്ങളായിട്ടും ആ പഠനം ഒരു നിലയ്ക്കും എത്തിയിട്ടില്ല. അഥവാ പ്രചരണങ്ങളിലും പ്രഘോഷണങ്ങളിലും ഉണ്ടാകുന്ന വീഴ്ചകളെ തിരുത്തുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ ശുശ്രൂഷ നേതൃത്വ പദവിയിലുള്ളവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ ക്രമക്കേടാണ്, അപരാധമാണ്. അതങ്ങനെ തന്നെ അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസ വിരുദ്ധത വളർന്നു വരുന്നത്. അപ്പൊ അതിനൊരു പ്രധാന കാര്യമായിട്ടുള്ളത് നമ്മുടെ വിശ്വാസ നിലപാടുകൾ കയറയച്ച് കളഞ്ഞിട്ടുണ്ട്. സമ്പത്ത് കേന്ദ്രീകൃതമായ വിശ്വാസത്തിലേക്ക് ഈ നേതൃഭാവവും കീഴടങ്ങിയിട്ടുണ്ട്. അഥവാ ഇത്തരത്തിൽ അപജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തിരുത്താൻ ആവശ്യമായ ഒരു ധാർമ്മിക ബോധത്തിന്റെ നഷ്ടം നേതൃപദങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കാണാൻ. ഞാൻ ഈ അടുത്ത് കണ്ട ഏറ്റവും വിപൽക്കരമായൊരു കാര്യം, അങ്ങനെ എന്തെങ്കിലും ക്രമക്കേടോ കുറ്റോ കുറവോ ഒക്കെ ഉള്ളവരായി സഭയിൽ തന്നെ കാണപ്പെട്ടവർ, പൊതുസമൂഹം അങ്ങനെ കുറ്റവാളികളായും പ്രതികളുമായും ഒക്കെ ചിത്രീകരിക്കുന്നവർ, സംശയത്തിന് മുന്നിൽ നിൽക്കുന്നവർ, അവർ സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെടും. ഞാൻ ഈ അടുത്ത് ഒരു ധ്യാന കേന്ദ്രത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ധ്യാനം നടത്തുന്നത് അത്തരത്തിൽ പൊതുസമൂഹമാകെ കുറ്റവാളിയെന്ന് കരുതിയിരിക്കുന്ന ഒരാളാണ്. വചനം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, കുറ്റാരോപിതരായ ആളുകൾ ഈ സ്ഥാനങ്ങളിൽ നിലനിൽക്കാൻ അർഹരല്ല. അഥവാ കുറ്റാരോപിതരാണെന്ന് വരുന്ന ആളുകൾ മാറി നിന്ന് വേണം ശുശ്രൂഷകളെ മുൻപോട്ട് നയിക്കാൻ. ഒരാൾക്കെതിരെ ആരോപണമുണ്ടായാൽ പ്രഥമമായി ചെയ്യേണ്ടത് അയാൾ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. മാറി നിന്നിട്ടാണ് ഏത് അന്വേഷണം നടക്കുക. ഒരു അധികാരി കുറ്റാരോപിതനായാൽ അധികാര സ്ഥാനത്ത് നിന്ന് മാറി നിന്നിട്ട് വേണം അന്വേഷണം നടക്കാൻ. സാമൂഹ്യ നീതിയാണ്, മാനുഷികമായ പരിഗണനയാണ്. അപ്പൊ അതുകൊണ്ട് വിശ്വാസ വഴിയിൽ ഉണ്ടാകുന്ന അപജയങ്ങളെ നമ്മൾ നോക്കിക്കാണണം. സുവിശേഷം പ്രഘോഷിക്കുന്ന ആളുകൾ സമ്പത്ത് ആർജിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം. ഒരു ജോലിക്കും പോകാതെ മുഴുവൻ സമയം ശുശ്രൂഷകരാകുന്ന ആളുകൾ എങ്ങനെയാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നത്, അവർക്കതിനുള്ള സമ്പത്ത് എവിടെ നിന്ന് വരുന്നു എന്ന കാര്യം സഭ പരിശോധിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഭരണ സംവിധാനങ്ങളും പരിശോധിക്കേണ്ടതാണ്. ഒരാൾക്ക് ക്രമവിരുദ്ധമായി സമ്പത്ത് വർദ്ധിക്കുന്നു. അധ്വാനിച്ച് ജീവിക്കുന്ന നമുക്കറിയാം, ശുശ്രൂഷാ മേഖലയിൽ എന്തെങ്കിലും ഓഹരി വാങ്ങിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കഷ്ടതയിലേക്ക്. ഇപ്പൊ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയെ പോലെ ആളുകളൊക്കെയാണ് കേരളത്തിൽ വിശ്വാസ പ്രഘോഷണത്തിന്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ. അവരൊക്കെ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത്. ഫ്രാൻസിസ് സേവ്യർ ആളുകളുടെ കയ്യിൽ നിന്ന് കഞ്ഞിവെള്ളവും മലർപ്പൊടിയും ഒക്കെ കഴിച്ചിട്ടാണ് അരയിലൊരു കയറും കെട്ടി ഈ തീരദേശത്തോടെ സുവിശേഷം പ്രഘോഷിച്ചത്. സുവിശേഷ പ്രഘോഷകർ കഷ്ടതയും വേദനയും സഹിക്കണം. അവർ ജീവിതത്തിന്റെ എല്ലാ ആശ്രയത്വവും ദൈവത്തിൽ മാത്രം അർപ്പിക്കണം. അവർ നിസ്വരായിരിക്കണമെന്ന കാര്യം ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്നില്ല. സമ്പത്താണ് മാന്യത എന്ന് കരുതുന്ന ഒരു വിഭാഗമായി നേതൃതലങ്ങളും മാറിയിട്ടുണ്ട് എന്ന കാര്യം ഓർക്കണം. സമ്പത്തും അധികാരവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നു. വിശ്വാസത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ, ക്രിസ്തു പഠിപ്പിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ നഷ്ടപ്പെട്ടവരായി നമ്മൾ ജീവിക്കുന്നു. ഇത് ഒരു അപജയമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ചോദ്യകർത്താവിന്റെ ചോദ്യം ശരിയാണ്. പക്ഷേ അതിന് പരിഹാരം എന്താണ് എന്നാണ് നാം ആലോചിക്കേണ്ടത്. പരിഹാരം നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടതാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ആരെങ്കിലും കുറ്റം പറഞ്ഞും വിമർശിച്ചും കൊണ്ട് ഇതിന് നേരെയാക്കാമെന്ന് വിചാരിക്കുന്ന അബദ്ധമാണ്. അങ്ങനെ വിമർശനങ്ങൾ കൊണ്ട് നേരെയാകുമായിരുന്നെങ്കിൽ മനുഷ്യർ പണ്ടേ നന്നായനെ. ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്ന് കാട്ടിത്തന്നൊരു മാതൃക തന്നെ കുരിശിൽ സമർപ്പിച്ച് സ്വയം വിശുദ്ധീകരിക്കുക വഴി അഖില ലോകത്തെയും വിശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയാണ്.
ക്രിസ്തുവിൽ നിറവേറപ്പെട്ടത്. അപ്രകാരം പരിഹാരമായി സ്വയം അർപ്പിക്കുക എന്ന മാർഗമാണ്. അതുകൊണ്ട് നമുക്ക് വൈദികരെയും ശുശ്രൂഷ പൗരോഹിത്യത്തിലും മേൽസ്ഥാനങ്ങളിലും ഇരിക്കുന്നവരെ വിമർശിച്ചുകൊണ്ടല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെ മുമ്പോട്ട് പോകാൻ പറ്റണം. സമ്പത്തിലും അധികാരത്തിലും ഒക്കെ അവർ തഴങ്ങുമ്പോൾ നമ്മൾ സമ്പത്തിനെയും അധികാരത്തേക്ക് ഉപേക്ഷിക്കുന്നവരായി മാറണം. എല്ലാവരും ആർഭാടങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെ ക്രൈസ്തവ ധാർമ്മിക മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്നത് മാത്രമേ പരിഹാരമായിട്ടുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ മേൽപ്പട്ടക്കാർക്ക് മാത്രമല്ലല്ലോ ഈ പറഞ്ഞ കടമയുള്ളത്, കടമ ആത്മായരായ നമുക്കും ഇല്ലേ? നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അത് വ്യക്തിപരമായി ക്രിസ്തുവുമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ എങ്ങനെയാണ് ക്രിസ്തു അനുരൂപനായി മാറേണ്ടത്? എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക? അവിടെ ക്രിസ്തുവിലൂടെ നാം ഈ ലോകത്തെ നോക്കിക്കാണുകയും ക്രിസ്തു കാട്ടിത്തന്ന മാതൃകയെ ജീവിതത്തിൽ സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിർവഹിക്കേണ്ടതെന്ന് വ്യക്തിപരമായ ഒരു ആലോചന ഉണ്ടാകണം. അവിടെയാണ് ദൈവശാസ്ത്രം ഒരു പ്രായോഗിക ദൈവശാസ്ത്രമായി മാറണം. കരുണ കാണിക്കുന്നതും സ്നേഹിക്കുന്നതും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എപ്രകാരമായി തീരേണ്ടതുണ്ടെന്ന് വ്യക്തിപരമായ ആലോചന നമുക്ക് ആവശ്യമാണ്. ഈ ചോദ്യകർത്താവ് ഉന്നയിച്ച ചോദ്യം യഥാർത്ഥത്തിൽ സ്വയം ചോദിക്കേണ്ടതാണ്, പരിശുദ്ധാത്മാവിൽ സ്വയം കണ്ടെത്തേണ്ടതാണ്. എന്നാൽ അത്തരമൊരു ചോദ്യം ചോദിക്കാൻ മനസ്സ് കാണിച്ചു എന്നത് അഭിനന്ദനാർഹമാണ്. അതൊരു നല്ല തുടക്കമാണ്. നമുക്ക് ആദ്യം വേണ്ടത് ആലോചനയാണ്. അങ്ങനെ വ്യക്തിപരമായി ഒരു ആലോചന ഉണ്ടാകുന്നു എന്നത് മെച്ചപ്പെട്ടൊരു കാര്യമാണ്, മേന്മയാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം. ആ നിലയ്ക്ക് ചിന്തിക്കാൻ തുടങ്ങിയാൽ നാം അറിയാതെ തന്നെ ക്രിസ്തുമാർഗത്തിന്റെ ഓരോ വഴികളിലൂടെയും ഓരോ പടവുകളിലൂടെയും കടന്നുപോകും. ചോദ്യം ചോദിക്കാതെ എല്ലാം കണ്ട് തലയാട്ടിപ്പോകുന്ന പ്രകൃതത്തിലാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് മുന്നേറാൻ സാധ്യമല്ല. നാം എങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് എന്ന ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയരുന്നത് പരിശുദ്ധാത്മ പ്രേരണയാണ്. ആ പ്രേരണയ്ക്ക് വിധേയപ്പെടുകയും ആ ചിന്തയിൽ പുരോഗമിക്കുകയും ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. മൂന്നാമത്തെ ചോദ്യം ഒരു പ്രായോഗികമായ കാര്യമാണ് ചോദ്യം ഉന്നയിക്കപ്പെട്ടത്. അതായത് ഇപ്പോൾ ഭക്ഷണം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളോടൊക്കെ അതൃപ്തിയുള്ളവരായിട്ട് അല്ലെങ്കിൽ ചില നിഷ്ഠകളുള്ളവരായിട്ട് മാറുന്നവരെ നമുക്ക് കാണാം. ഇന്നതേ കഴിക്കൂ, ഇങ്ങനെ കഴിക്കൂ, രുചി വേണം എന്നൊക്കെ പറയുന്നവർ, അങ്ങനെ രുചിയെ പ്രതി ഭക്ഷണത്തെ പുച്ഛിക്കുന്നവർ, ഭക്ഷണം ഒരു ആവശ്യമാണെന്ന് കരുതാതെ അത് രുചിബോധത്തിന്റെ കീഴിലാണെന്ന് കരുതുന്നവർ, അവരൊക്കെ അവസാനം ഭക്ഷണമില്ലാതെയൊക്കെ ആയി പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റാതായി പോകുന്നുണ്ട്, അങ്ങനെ ക്ഷയിച്ചു പോകുന്നുണ്ട് എന്നാണ്. സ്വാഭാവികമായും ഇത് ആത്മീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം തന്നെ ഇത് മനഃശാസ്ത്രപരമായൊരു കുഴപ്പം കൂടിയുണ്ട്. കാരണം അതൃപ്തിയുള്ളവരായി മാറുമ്പോൾ, എല്ലാം നിഷേധിക്കുന്നവരായി മാറുമ്പോൾ, ഞാൻ ഇങ്ങനെ ആയിരിക്കണമെന്ന് ബലം പിടിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ആ ബലം പിടുത്തം കൂടുതൽ മുറുകി വരും. രുചിഭേദം ഒരു പ്രശ്നമായി കാണുന്നവർ, എന്നൊക്കെ അരുചി ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് പിറുപിറുക്കുന്നവർ, അതിൽ തൃപ്തി കാണാതെ പോകുന്നവർ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ദൈവം എനിക്ക് തന്ന ഭക്ഷണം എന്ന ബോധ്യമില്ലാണ്ട് പോകുമ്പോഴാണ്. മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് അങ്ങനെ ഒരു കഥ സെയിന്റ് ഫ്രാൻസിസ് എന്ന നോവലിൽ പറയുന്നുണ്ട്. ഭക്ഷണത്തിനായിട്ട് സാൻ ദാമിയാനോ പള്ളി പണിയുന്ന സമയത്ത് ഭിക്ഷാടനത്തിന് പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ഒരു റൊട്ടിക്കഷ്ണമാണ്. ആ റൊട്ടിക്കഷ്ണമാകട്ടെ ആ വീട്ടിലൊരു കുട്ടിയുടെ മൂത്രത്തിൽ കിടന്നതാണ്. ലിയോ അത് കാണുന്നുണ്ട്. ഫ്രാൻസിസ് അത് വാങ്ങിയിട്ട് വലിയ കാര്യത്തിൽ കൊണ്ടുപോകുന്നു. അരുവിയുടെ കരയിൽ പോയിരുന്നിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞത് കഴിക്കാൻ ആരംഭിക്കുക. അത് കഴിക്കാൻ തുടങ്ങുമ്പോൾ ലിയോ പറയുന്നുണ്ട്, അത് കഴിക്കരുത് പിതാവേ, അത് ഒരു കുട്ടിയുടെ മൂത്രത്തിൽ കിടന്നതാണ്. അങ്ങനെ പറയുമ്പോൾ ഫ്രാൻസിസ് പറയുന്നത്, നോക്കൂ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഭക്ഷണം, ദൈവം എനിക്ക് തന്നിട്ടുള്ള ഭക്ഷണമാണതെന്ന് ഫ്രാൻസിസ് വിശ്വസിക്കുന്നു. അത് നന്ദിയോടെ കഴിക്കാൻ പറ്റുന്നു. എന്ത് കിട്ടുമ്പോഴും കൃതജ്ഞതാ മനോഭാവം ഉണ്ടാവണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് എ ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് പൊതുവെ മലയാളികൾക്കുള്ളൊരു കാര്യം, എന്ത് കണ്ടാലും അതിൽ കുഴപ്പം കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുക. രുചിയില്ല, വെന്തില്ല, സുഖമില്ല എന്നൊക്കെ പറയാനാണ്. ഒരു വെയിൽ വന്നാൽ നമ്മൾ പറയും, എന്തൊരു കടുത്ത വെയില, മഴ പെയ്താലോ മുടിഞ്ഞ മഴയാവും. തണുപ്പെങ്ങാനും വന്നാൽ നമ്മൾ പറയും, തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, എന്തൊരു തണുപ്പായത് എന്ന് പറയും. നന്മ കാണില്ല. ഈ മഴ വരേണ്ടതാണെന്നും മഴ നമുക്ക് ആവശ്യമാണെന്നും നമുക്കറിയാം. വെയിലും വരേണ്ടത് ആവശ്യമാണ്, അതും നമുക്കറിയാം. അപ്പൊ ഈ ജീവിത സാഹചര്യത്തിനകത്ത് നൽകപ്പെടുന്ന അവസരങ്ങളെ നിഷേധിക്കുക, സ്വന്തം താല്പര്യങ്ങൾ മുറുകെ പിടിക്കുക എന്നത് സങ്കുചിതഭാവം. അങ്ങനെ മനസ്സ്
അടഞ്ഞതായി പോകുമ്പോൾ ക്രമേണ നമ്മിൽ പ്രബലമായിരിക്കുന്ന ഈ നിഷേധഭാവം, നന്ദിരാഹിത്യം, ദൈവത്തിനോട് നന്ദി പറയാത്ത മനോഭാവം കൂടുതൽ ശക്തമാവുകയും സ്വാഭാവികമായി നമുക്ക് ലഭിക്കുന്നതൊക്കെ അതൃപ്തിയുള്ളതായിട്ട് മാറുകയും നമ്മുടെ ശരീരം തന്നെ അതിനെയൊന്നും സ്വീകരിക്കാതാകുകയും ചെയ്യും. മനസ്സിന്റെ പ്രവൃത്തികൾ ക്രമേണ ശരീരത്തെ ബാധിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ശരീരത്തെ അത് ബാധിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭക്ഷണം ഇറങ്ങാതെയാവും. അതുകൊണ്ട് എന്ത് കിട്ടുമ്പോഴും ആര് വിളമ്പുമ്പോഴും നന്ദിയോടെ കഴിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ പോകുന്നിടത്ത് മറ്റുള്ളവർ നിങ്ങൾക്ക് വിളമ്പുന്നത് എന്തും വാങ്ങി ഭക്ഷിച്ചു കൊള്ളുക. പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കൊരു വിഭജനം ഭക്ഷണത്തിൽ ദൈവം പറഞ്ഞിട്ടില്ല. എന്തും കഴിക്കാം, നമുക്ക് ഇന്നതേ കഴിക്കാവുന്നില്ല, എന്തും കഴിക്കാം. ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ അത് വിശപ്പിനുള്ളതാണെന്നറിയണം, ജീവൻ നിലനിൽക്കാനുള്ളതാണെന്നറിയണം, അത് ദൈവം തരുന്നതാണെന്നറിയണം. ഇപ്രകാരം ഒരു നന്ദിയുടെ മനോഭാവം നമുക്കുണ്ടാകുമ്പോൾ നാം വിശാലമായ മനസ്സുള്ളവരാകും, നമ്മുടെ ശരീരവും കൂടുതൽ പ്രയോഗക്ഷമമാവും. അങ്ങനെ ഒരു അബദ്ധമാണ് അതിന്റെ പിന്നിലുള്ളത്. ഞാനിത് വീഡിയോയിൽ പറയാനിടയായത്, ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഷാഢ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഷാഢ്യങ്ങളിൽ പെടുന്ന ആളുകളൊക്കെ ക്രമേണ ഷാഢ്യങ്ങളിൽ കീഴടങ്ങി കുടുങ്ങി. അതുകൊണ്ട് ഷാഢ്യങ്ങളില്ലാതിരിക്കുക, ലഭിക്കുന്നതൊക്കെ കഴിക്കുക, എല്ലാത്തിനും നന്ദി പറയുന്നവരായി കഴിക്കുക. നന്ദിയോടെ ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭക്ഷണം ശരീരത്തിന് ഗുണകരമാകും. അതേപോലെ എന്തും സ്വീകരിക്കാൻ തുറവിയുള്ള മനസ്സായി മാറും, ശരീരം ആരോഗ്യമുള്ളതായി മാറും. മനസ്സിന്റെ ആരോഗ്യം ശരീരത്തെ ബാധിക്കും. ഇപ്പൊ യോഗയൊക്കെ പറയുന്നത് ശരീരം ആരോഗ്യമുള്ളതാണെങ്കിൽ മനസ്സ് ആരോഗ്യമുള്ളതായിരിക്കുന്നതാണ്. ക്രൈസ്തവ ആധ്യാത്മികത പഠിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ആരോഗ്യമുള്ളവരാകുമ്പോൾ ശരീരത്തിലും ആരോഗ്യമുള്ളവരായിട്ട് മാറും. അതുകൊണ്ട് രോഗങ്ങളും വേദനകളൊക്കെ സഹിച്ച വിശുദ്ധാത്മാക്കൾ ആ രോഗങ്ങളെ ഭയന്നിരുന്നില്ല. അതിനെ മറികടക്കാൻ അവർക്ക് പറ്റിയത്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി ദൈവത്തെ കാണാനും സ്നേഹിക്കാനും നന്ദി പറയാനും ഒക്കെ പറ്റിയത്, അസുഖങ്ങളെക്കുറിച്ച് പോലും രോഗങ്ങളെക്കുറിച്ച് പോലും നന്ദിയുള്ളവരായി ജീവിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ നന്ദിയുടെ ഹൃദയം ഉണ്ടാക്കുക എന്നുള്ളതാണ് പരിഹാരം. ഇത് വ്യക്തിപരമായി ചോദിച്ച ചോദ്യമാണ്, എങ്കിലും അത് പൊതുവായി പറയുന്നത്, പൊതുവിൽ ഇത്തരം ഷാഢ്യങ്ങൾ ആത്മീയ വഴിയിൽ അപകടകാരികളാണ് എന്ന് പറയാൻ വേണ്ടി കൂടിയാണ്. അടുത്ത ചോദ്യം, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്രകാരം പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ നമ്മുടെ കുടുംബത്തിലെ രോഗങ്ങളൊക്കെ മാറാൻ, ദുരിതങ്ങളൊക്കെ മാറാൻ കാരണമായിട്ട് മാറും എന്ന കാര്യത്തെക്കുറിച്ചാണ്. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പൂർവികർക്ക് നിത്യതയിൽ പ്രവേശിക്കാതെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന പൂർവികർക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ളതാണ്. ഒരു കാര്യം, ആ ചോദ്യത്തിൽ ചെറിയൊരു പെശകുള്ളത്, ഇതൊക്കെ ധാരണകളായി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ചോദ്യത്തിൽ പെശകുള്ളത്, നിത്യതയിൽ പ്രവേശിക്കാതെ ശുദ്ധീകരണ അവസ്ഥയിലായിട്ടുള്ളവർ നിത്യതയിലേക്ക് എല്ലാവരും പ്രവേശിക്കും. അത് നിത്യനാശത്തിലേക്കാണോ രക്ഷയിലേക്കാണോ എന്നുള്ളതേ ഉള്ളൂ. നിത്യതയിൽ പ്രവേശിക്കാതെ ആരും തള്ളപ്പെടുന്നില്ല, എല്ലാവരും സ്വീകരിക്കപ്പെടുകയാണ്. അങ്ങനെ നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ശുദ്ധീകരണ അവസ്ഥയിലാകുമ്പോൾ അവർക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമോ? രോഗങ്ങൾ മാറ്റാനും അല്ലെങ്കിൽ രോഗാവസ്ഥ ഉണ്ടാക്കാനും നമ്മുടെ ജീവിത ദുരിതങ്ങൾക്ക് കാരണമാകാനും ഒക്കെ ഇടയാകുമെന്നുള്ളതാണ്. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇക്കാര്യത്തിലല്ല. അവർക്ക് അവരുടെ കാര്യത്തിൽ പോലും ഇടപെടാനുള്ള ശേഷിയില്ല, അവർക്ക് ശരീര മനസ്സുകളില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ നമുക്കേ കഴിയൂ എന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്നവരാണ് നമ്മൾ. അല്ലാതെ ശുദ്ധീകരണാത്മാക്കൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവരല്ല. ഇനി ശുദ്ധീകരണാത്മാക്കൾ ദുരിതം അനുഭവിക്കുന്നതാണ് രോഗത്തിന് കാരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അബദ്ധമാണത്. അത്തരത്തിൽ ശുദ്ധീകരണാത്മാക്കൾ നമ്മുടെ ദുരിതങ്ങൾക്കോ രോഗങ്ങൾക്കോ കാരണമാകുന്നില്ല. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നന്ദിയോടെയാണ്. അവരുണ്ടായത് കൊണ്ടാണ് നാം ഉള്ളത്. അതുകൊണ്ട് ഈ പൂർവികരോട് നന്ദിയുള്ളവരായിട്ട് നമ്മൾ മാറണം. മാത്രമല്ല, ദൈവസന്നിധിയിലായിരിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ദൈവിക ബന്ധം വരുന്നുണ്ട്. ഇനി ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നന്മകളുണ്ടാവും. അതിന് കാരണം, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം ക്രിസ്തു ശരീരത്തോട് ഗാഢമായി ബന്ധപ്പെടുന്നു, നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, അത് രക്ഷയിൽ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലും ദൈവത്തിന്റെ ചേർത്ത് പിടിക്കലിലും നമ്മൾ വിശ്വസിക്കുന്നു, ആശ്രയബോധമുള്ളവരായിട്ട് മാറുന്നു. പിന്നെ സഭ, സഹനസഭ, സമരസഭ, വിജയസഭ, അങ്ങനെയാണ്. അപ്പൊ ഈ സഭയുടെ എല്ലാ ഭാഗങ്ങളുമായി ഒത്തുചേരുന്നു, ക്രിസ്തു ഗാത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറിത്തീരുന്നു. ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ടും പ്രത്യാശയുള്ളവരായിട്ട് മാറും. ക്രിസ്തുവിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണല്ലോ പ്രത്യാശ ഉണ്ടാകുക. അങ്ങനെ പ്രത്യാശയുള്ളവരായിട്ട് മാറും. ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല. മാത്രമല്ല, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവിക കടമ നാം നിറവേറ്റുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദൈവിക കടമയെ നാം നിറവേറ്റുക വഴി ദൈവസന്നിധിയിൽ പ്രീതിപാത്രങ്ങളായി മാറും.
ഇതാണ് യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, ഒപ്പം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിത്യാഗത്തോടെ പരിഹാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ അവരോടുള്ള ബന്ധത്തിൽ വ്യത്യാസം വരും. ഇപ്പൊ നമുക്കെതിരെ ദ്രോഹം നടത്തിയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നമ്മോട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ പോയ ഒരാൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നിരിക്കട്ടെ. അങ്ങനെ അവരുടെ കുറവും പോരായ്മയൊക്കെ അറിയുന്നവരാണല്ലോ നമ്മൾ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയും. ക്ഷമ നമുക്ക് കൂടുതൽ ഉപകാരപ്രദമായി മാറും, ദൈവിക അനുഭവത്തിന് കാരണമായിട്ട് മാറും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അദൃശ്യ ലോകത്തുള്ളവരുമായി ബന്ധം നിലനിർത്താനുള്ള ഒരു ഉപാധി കൂടിയായിട്ട് സഭ പറയുന്നുണ്ട്. പ്രാർത്ഥന നല്ലതാണ്, പക്ഷെ തെറ്റിദ്ധരിക്കരുത്. അവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല, അവർക്ക് അവരുടെ കാര്യത്തിൽ പോലും ഒന്നും ചെയ്യാൻ കഴിവില്ല. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ശുദ്ധീകരണാത്മാക്കൾ നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാക്കുന്നു, രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള അബദ്ധവിശ്വാസങ്ങൾ പെടരുത്. അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമുണ്ടാകുന്നതെന്നോ നന്മ ഉണ്ടാകുന്നു എന്ന് കരുതരുത്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് നാം നമ്മുടെ ദൈവിക കടമയിൽ നിലനിൽക്കുന്നത് കൊണ്ടും നിത്യതയെ സംബന്ധിച്ച് പ്രത്യാശയിൽ ഉറയ്ക്കുന്നത് കൊണ്ടുമാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം തിരിച്ചറിഞ്ഞ് വേണം പ്രാർത്ഥിക്കാൻ. ഇത്തരത്തിൽ അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒത്തിരിയേറെ വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ഇത് അബദ്ധമാണ്. ഇത്തരം പ്രഘോഷണങ്ങളെ നിരോധിക്കാനോ അല്ലെങ്കിൽ നിലയ്ക്ക് നിർത്താനോ നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ആളുകളുണ്ടല്ലോ, വിശ്വാസത്തിന്റെ അബദ്ധ പ്രഘോഷണങ്ങളെ ശ്രദ്ധിക്കേണ്ട ആളുകളുണ്ടല്ലോ, അത് ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കുമ്പോൾ അതിന് നിയന്ത്രണം ഉണ്ടാവും. കേരളത്തിലുണ്ടായിരുന്ന ഒരു തിരുരക്താഭിഷേകതയാണ്. അതിനെതിരെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് പിതാക്കന്മാർ അന്വേഷിച്ചു. എന്നിട്ട് അത്തരത്തിൽ ധ്യാനം നടത്തിക്കൂടെന്ന് പറഞ്ഞു. പിന്നീട് അതിനെക്കുറിച്ച് വേറെ തർക്കങ്ങളൊക്കെ ഉണ്ടായി, ആളുകൾ വിട്ടുപോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. കാര്യം അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ചർച്ച ഉണ്ടായി, ഉന്നതത്തിൽ നിന്ന് ചോദ്യം ഉണ്ടായി. അപ്പൊ ഈ ചോദ്യം ചെയ്യപ്പെടാതെ പോകുമ്പോഴാണ് ഇത്തരം അബദ്ധങ്ങൾ കൂടുതൽ വ്യാപകമാകുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രബലമായ സമയത്ത് ഒരു എഡിറ്റിംഗ് അതോറിറ്റി ഇതിന്റെ മേലില്ല. തോന്നിയവർക്ക് തോന്നിയത് പറയാവുന്ന സ്ഥിതിയാണ്. അപ്പോൾ അത്തരത്തിൽ പറയുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ട സംവിധാനങ്ങളെക്കുറിച്ച് സഭയും ഗൗരവമായി ആലോചിക്കേണ്ടതാണെന്നാണ് നമ്മുടെയും അഭിപ്രായം. അടുത്തൊരു വിമർശനം, ആദ്യമേ പറഞ്ഞതുപോലെ കുറച്ചും കൂടി സിമ്പിൾ ആക്കണം നമ്മുടെ സംഭാഷണം എന്നുള്ളതാണ്. പരമാവധി ശ്രമിക്കാം. ഞാൻ ഇപ്പോഴും വളരെ കാഷ്വലായിട്ട് പറയാവുന്ന ഒരു സംഭാഷണം എന്ന നിലയ്ക്കാണ് സംസാരിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ അവ്യക്തത ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്, എങ്കിലും നമുക്കത് പറയാം. നിങ്ങൾ ഇടപെടുന്നതിന് ഒത്തിരി നന്ദി. പരമാവധി നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകും. എൻ്റെ ഭാഷ പൊതുവെ ഇത്തിരി കട്ടിയാണെന്നാണ് പൊതു അഭിപ്രായം. അങ്ങനെ തോന്നുന്നതിന് ക്ഷമ ചോദിക്കാനേ കഴിയൂ, കാരണം ഇത് ഇങ്ങനെ ആയിപ്പോയി. പരമാവധി നമുക്ക് ശ്രമിക്കാം, കൂടുതൽ ലളിതമാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും മനസ്സിലാവാൻ ഇടയാവട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മളിത് പറയുന്നത്. 100 പേര് കേൾക്കുമ്പോൾ അത് എത്ര പേർക്കത് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ പലപ്പോഴും സംശയമുണ്ട്. മാത്രമല്ല, ഇത് ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ. ഈ ചോദ്യോത്തരങ്ങളാണെങ്കിൽ പോലും അത് 2 or 3 തവണ ആവർത്തിച്ച് കേൾക്കണം. കേൾവിയുടെ ഒരു പ്രശ്നമാണ്. അങ്ങനെ അതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്നത് പോലെയല്ല കേൾക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിൽ പൂർണ്ണമായിട്ട് വരണമെന്നില്ല. അപ്പം അതുകൊണ്ട് 2 or 3 പ്രാവശ്യം കേൾക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറയാനായിട്ട് ശ്രമിക്കാം. എൻ്റെ ഭാഗത്തുള്ള കുറവിന് ഞാൻ ക്ഷമ ചോദിക്കും. വെളിപാടിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യാം. 2-3 പ്രാവശ്യമായി ഈ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. അത് ഓരോ വ്യക്തി തന്നെയാണോ ഉന്നയിക്കുന്നതെന്ന് ശ്രദ്ധിച്ചില്ല, എങ്കിലും ഉന്നയിക്കപ്പെടുന്നുണ്ട്. വെളിപാടിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഈ മനസ്സിലാവാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ തെറ്റിദ്ധാരണകൾ പരത്താനായിട്ട് കഴിയും. ആ തെറ്റിദ്ധാരണകൾ പരത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിശദമായിട്ട് പറയണം. അതുകൊണ്ടാണ് തടസ്സപ്പെടുന്നത്. കാരണം അതൊരു പ്രാവശ്യം കൊണ്ട് പറഞ്ഞാൽ തീരില്ല. വെളിപാടിന്റെ ചരിത്രപരമായ കാര്യങ്ങൾ അറിയണം, അതിന്റെ ഭാഷയെക്കുറിച്ച് മനസ്സിലാക്കണം, അത് പറഞ്ഞ സാഹചര്യത്തെ മനസ്സിലാക്കണം, എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. അതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏതേത് ഭാഗങ്ങളുമായി ബന്ധമുണ്ടെന്നൊക്കെ പറയാൻ പറ്റണം. അപ്പൊ വിശാലമായി അതിനെക്കുറിച്ച് പറയാമെന്ന് തന്നെയാണ് കരുതുന്നത്. അത് ഒഴിവാക്കുന്നില്ല, നിശ്ചയമായിട്ടും പറയാം. വൈകുന്നതിൽ ക്ഷമ ചോദിക്കും. കരസ്മാറ്റിക് രീതിയിലുള്ള പ്രഘോഷണങ്ങൾ പലപ്പോഴും വഴിതെറ്റുന്നു. അത് പെന്തക്കോസ്ത വിഭാഗങ്ങളുടെ പ്രഘോഷണങ്ങളായിട്ട് മാറിപ്പോകുന്നുണ്ട് എന്നാണ് ഒരഭിപ്രായം വന്നത്. തികച്ചും ന്യായമായ കാര്യമാണ്. ഞാനും കരസ്മാറ്റിക് രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. മറ്റ് ധ്യാന മാർഗങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള രീതിയിൽ പറയാൻ പറ്റും. ഈശോ തന്നെ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അപ്പത്തിനുള്ള മാവിൽ പുളിമാവ് ചേർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് സംസാരിക്കുക. കൃഷിക്കാരുടെ അടുത്ത് പോകുമ്പോൾ കൃഷിയെക്കുറിച്ച് പറയും, വിധക്കാരൻ്റെ പോകുമ്പോൾ പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് സുവിശേഷം കൈകാര്യം ചെയ്യാൻ പറ്റും.
ധ്യാനാത്മകതയിൽ നമ്മൾ ധ്യാന രീതികൾ പഠിപ്പിക്കും. നമുക്കറിയാവുന്ന രീതി, പരിമിതികളും പോരായ്മകളും ഉണ്ടാകാം, അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എങ്കിലും നമുക്കറിയാവുന്ന ബോധ്യപ്പെട്ട രീതിയിൽ നമ്മളത് പഠിപ്പിക്കും. അതേപോലെ കരസ്മാറ്റിക് രീതികളുണ്ട്. കരസ്മാറ്റിക് രീതികളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. സ്തുതിപ്പിന്റെ പ്രാർത്ഥനയോ വരദാനങ്ങളുടെ ഉപയോഗം ഒന്നും നിഷേധിക്കുന്നയാളല്ല ഞാൻ. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായി നിലനിൽക്കേണ്ട ഒരു ബോധ്യം കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുള്ളതാണ്. ക്രിസ്തു പഠിപ്പിച്ച മാർഗങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുള്ളതാണ്. നമ്മിൽ നിന്ന് അകന്നു പോയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഘോഷണത്തിന് അടിസ്ഥാനപരമായ കാരണമായി മാറുന്ന സമ്പത്തിന്റെ സുവിശേഷം, പരിശുദ്ധാത്മാവ് വസ്തുവാണെന്ന ചിന്ത, അത്തരത്തിലൊക്കെ അകന്നു നിൽക്കുന്ന സമൂഹങ്ങളിൽ നിന്ന് വരുന്ന പ്രഘോഷണങ്ങൾ പലപ്പോഴും നമ്മുടെ പ്രഘോഷണങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ സമ്പത്തിന്റെ സുവിശേഷം യഥാർത്ഥത്തിൽ സഭയിൽ ഉണ്ടായതല്ല, അത് ഇന്ന് സഭയിൽ ആധിപത്യം പുലർത്തുന്നു. അതേപോലെ പൈശാചിക ഉച്ചാരണത്തെ സംബന്ധിച്ച്, പൈശാചിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ തെറ്റിദ്ധാരണ വരുത്തുന്ന അനേകം പഠനങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് വന്നവയാണ്. കത്തോലിക്ക സഭ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിപ്പിക്കാതെ പോയത് അതൊക്കെ ആവശ്യമുള്ള കാര്യമല്ലെന്നുകൊണ്ടാണ്. നമുക്ക് ആവശ്യമുള്ളത് മതിയല്ലോ, വേണ്ടാത്ത കാര്യങ്ങൾ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ക്രമേണ നമ്മുടെ ശുശ്രൂഷകർ ഇത്തരം സങ്കേതങ്ങൾ ഉപയോഗിക്കുകയും താന്തങ്ങൾക്ക് തോന്നിയ രീതിയിൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയും ചെയ്തു. കത്തോലിക്ക സഭയിലെ പ്രബോധനം ഒരു വളയമില്ലാത്ത ചാട്ടമല്ല. നമ്മൾ ദൈവശാസ്ത്രം, അപ്പോസ്തല പ്രബോധനം, വിശുദ്ധരുടെ ജീവിതചര്യകൾ, വിശുദ്ധ ഗ്രന്ഥം, അതേപോലെ വിശുദ്ധരുടെ സിദ്ധാന്തങ്ങൾ, അവയൊക്കെ പഠിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വായി തോന്നിയത് പറയാൻ നമുക്കാവില്ല. അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം നമ്മുടെ വിചാരം ദൈവാത്മാവ് പറയുന്നു എന്നുള്ളതാണ്, സന്ദേശം കിട്ടിയെന്നുള്ളതാണ്. അതങ്ങനെ സന്ദേശമാകണമെന്നില്ല. ഒരു സന്ദേശത്തിന്റെ പുറകിൽ 3 കാര്യങ്ങൾ ഉണ്ടാകാം. ഒന്ന് പൈശാചികമാകാം, ഒന്ന് മാനുഷികമാകാം, ദൈവികമാകാം. അത് ദൈവികമാണെന്ന് ഉറപ്പിക്കുന്നത് ഇത്തരം പരിശോധനകളിലൂടെയാണ്. ഈ പരിശോധനകളില്ലാതെ പ്രഘോഷിക്കുമ്പോഴാണ് കരസ്മാറ്റിക് പ്രഘോഷണ രംഗത്ത് പന്തക്കോസ്ത് രീതിയിലുള്ള പ്രഘോഷണങ്ങൾ ഉണ്ടാകാനിടയായിട്ടുള്ളത്. അത് തിരിച്ചറിയാനും അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും ഒക്കെ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതാണ് സഭയിൽ. അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. പക്ഷെ പഠിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി കൂടിയാകണം. അക്കാര്യത്തിൽ നമുക്കൊരു മന്ദഗതിയുണ്ട് എന്ന കാര്യം ഞാനും സമ്മതിക്കുന്നു. അതുകൊണ്ട് ഈ പ്രഘോഷണങ്ങൾ നമ്മൾ ഏത് കേൾക്കുമ്പോഴും ശ്രദ്ധിക്കണം, സഭാപ്രബോധനമായിട്ട് അതെങ്ങനെ പോകും. അടുത്തൊരു അഭിപ്രായം വിമർശനമായിട്ട് വന്നതാണ്, കപട വിശ്വാസം പഠിപ്പിക്കല്ലേ സഹോദര. അതിലെ ഒരു കാര്യമാണ്, സന്ദേശം കുറച്ച് നീണ്ടതാണ്, ഞാനത് ഓരോന്നായിട്ട് പറയാം. കപട വിശ്വാസം പഠിപ്പിക്കല്ലേ എന്നാണ്. നമ്മൾ പറയുന്നത് ഏതാണ് കപടമായിട്ടുള്ളത് എന്ന കാര്യം പറഞ്ഞാൽ മതി. കപട വിശ്വാസം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ അന്ധത പഠിപ്പിക്കലാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ കാര്യം നടക്കും, ശ്രീക്രിസ്തുവിനെ കൊന്തു ചെല്ലൂ, നിങ്ങളുടെ കാര്യം നടക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ കാര്യം നടക്കും. കാര്യം നടക്കുക എന്ന് പറയുന്നത് വിശ്വാസ വഴിയിലെ ഒരു കാര്യമേ അല്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ള ജീവിതം ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുക എന്നതാണ് ആധ്യാത്മികത. വിശ്വാസം പഠിപ്പിക്കുന്നത് അതാണ്. വിശ്വാസ പ്രബോധനങ്ങൾ, കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാം. വീഴ്ച എനിക്കുണ്ടാവും, ഇല്ലെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ കപട വിശ്വാസം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് കപട വിശ്വാസം ചേർന്നുകൊണ്ടാകരുത് എന്ന് മാത്രം. നേട്ടങ്ങൾ നേടാനുള്ളതാണ് പ്രാർത്ഥന തെറ്റിദ്ധരിപ്പിക്കുകയും മനുഷ്യനെ അങ്കലാപ്പിലാക്കുകയും അവന് വ്യാമോഹങ്ങൾ വളർത്തുകയും അവനെ അടിമഭാവത്തിൽ നിലനിർത്തുകയും പൈശാചികത നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് ഭയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ആധുനിക കാലത്തെ സുവിശേഷ പ്രഘോഷണങ്ങളിലുള്ള പിഴവുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് പറയുമ്പോൾ അത് കപട വിശ്വാസമാണെന്ന് പറയുന്നത് ഒരു പക്ഷം ചേർന്നുകൊണ്ടാണ്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ എന്താണ് പറയുന്നത്, ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ആ വിമർശനത്തിന്റെ സാധുതയെ സംബന്ധിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവും. അത് വ്യക്തിപരമായൊരു ബോധ്യം മാത്രമായിട്ട് കാര്യമില്ല, സഭ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നും കൂടി ആലോചിക്കണം. രോഗശാന്തി കൺവെൻഷനുകൾ ആരംഭിച്ചത് ഈശോ മിശിഹായാണെന്നാണ് അടുത്ത വാക്യം. തികച്ചും അബദ്ധമായൊരു പ്രചരണമാണ്. രോഗശാന്തി ശുശ്രൂഷ ആരംഭിക്കുന്നത് ഈശോ അല്ല. ഈശോ രോഗശാന്തി ശുശ്രൂഷ ആരംഭിച്ചിട്ടില്ല. ഈശോ രോഗശാന്തി നൽകിയത് താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്താനാണ്, മനുഷ്യനെ സമഗ്രമായി വിമോചിപ്പിക്കുന്നവനാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈശോ പ്രസംഗിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച അതിനു വേണ്ടിയാണ്. ശിഷ്യന്മാർക്ക് രോഗശാന്തിക്കുള്ള വരം നൽകിയതും ഈ സത്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതല്ലാതെ രോഗികളാകെ സുഖപ്പെടുത്താൻ വേണ്ടിയല്ല. അങ്ങനെയാണെങ്കിൽ ഈശോ മിശിഹ അന്ന് എല്ലാവരെയും സുഖപ്പെടുത്തേണ്ടതാണ്. ബെത്സേദ കുളക്കരയിൽ കിടന്നിരുന്ന അനേക രോഗികളിൽ ഒരാളെ 38 വർഷമായി തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന ഒരാളെ സുഖപ്പെടുത്തുന്നു. അത് അങ്ങോട്ട് ചെന്ന് സുഖപ്പെടുത്തുന്നു. പക്ഷേ അവിടെ വേറെ ആളുകളുണ്ട്, അവരാരെയും സുഖപ്പെടുത്തുന്നില്ല.
കാരണം ഇത് ഒരു വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രഘോഷണത്തിന്റെ ഭാഗമായിട്ടാണ്. ഈശോമിശിഹ കൺവെൻഷനുകൾ ആരംഭിച്ചിട്ടില്ല. കൺവെൻഷനുകൾ ആരംഭിക്കുന്ന എവിടെയാണ്? അത് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് അടർന്നു മാറിയ സംഘങ്ങൾ ഉണ്ടാക്കിയ പ്രവൃത്തിയാണ്. സഭയുടെ പ്രഘോഷണ രീതി അതല്ല, കൺവെൻഷൻസ് അല്ല. സഭ എപ്പോഴും ഒരു കൂട്ടായ്മയ്ക്കകത്ത് സുവിശേഷം പഠിപ്പിക്കുകയും അതനുസാരം ജീവിക്കാൻ വിശ്വാസികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന കൗദാശിക കേന്ദ്രീകൃതമായ ഒരു കാര്യമായിട്ടാണ്. കറിസ്മാറ്റിക് പ്രസ്ഥാനം ഉണ്ടായത് ഏത് കാലത്താണെന്ന് നമുക്കറിയാം. ചുരുങ്ങിയ കാലം ഏതായിട്ടുള്ളൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ സഭയ്ക്കകത്ത് പ്രഘോഷണ വഴികളുണ്ട്. ആ പ്രഘോഷണ വഴികൾ ഇങ്ങനെ കൺവെൻഷനുകളായിട്ടൊന്നുമല്ല ചെയ്തിരുന്നത്. സുവിശേഷം ജീവിച്ചുകൊണ്ടാണ് ശ്ലീഹന്മാർ അത് പഠിപ്പിച്ചത്. സുവിശേഷത്തിൽ ജീവിക്കുക എന്ന അടിസ്ഥാന ധർമ്മം മറന്നു പോവുകയും കൂദാശ കേന്ദ്രീകൃതമായി ജീവിക്കുന്നതിലൂടെ അതിനുള്ള കരുത്താർജിക്കുകയും ചെയ്യുക എന്ന യഥാർത്ഥ രീതിയെ കൈവിടുകയും ചെയ്യുമ്പോഴാണ് കൺവെൻഷനിസം ശക്തി പ്രാപിക്കുന്നത്. സത്യവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ കർത്താവ് തന്നെയാണ് അതിന്റെ സ്ഥിരീകരണത്തിനായി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. ഒരു തർക്കമില്ല. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ഈ വരങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുമാണ്. ഈ വരങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ആധ്യാത്മികമായി ഉയർന്ന ഒരാൾക്ക് അടയാളങ്ങളുടെയും അനുഭവങ്ങളുടെയും ആവശ്യമില്ലാത്ത ഒരാൾക്ക് ആ രീതിയിൽ പകർന്നു കൊടുക്കും. അടയാളങ്ങളൊക്കെ ആവശ്യമുള്ള സമൂഹങ്ങൾക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ നിശ്ചയമായിട്ടും പ്രഘോഷണം നടക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. അതിന് നാം എതിരല്ല. പക്ഷേ വേദിയിൽ കയറ്റി ഒരാളെയും ശുശ്രൂഷിക്കരുത്, പരസ്യമായി സുഖപ്പെടുത്തുന്ന പരിപാടി ചെയ്യരുത് എന്ന് സഭ തന്നെയാണ് കറിസ്മാറ്റിക് പ്രവർത്തനം രേഖയിൽ വിശ്വാസികളോട് ശുശ്രൂഷകരോട് ആവശ്യപ്പെട്ടത്. കാരണം അത്തരം രീതികൾ ആൾദൈവങ്ങളെ സൃഷ്ടിക്കും. അത്തരം ആൾദൈവങ്ങൾ സഭയ്ക്കകത്ത് മുളച്ചു പൊങ്ങിയാൽ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് ആളുകൾ അകന്നു പോകും. മാത്രമല്ല, നമ്മൾ രോഗങ്ങളായിട്ടും വേദനകളായിട്ടും ഒക്കെ വരുന്നവരെ വിശ്വാസ വഴിയിലേക്ക് ആനയിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം താൽക്കാലിക ആശ്വാസങ്ങളാണ് വിശ്വാസമെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നു, നിങ്ങളുടെ ഏതാവശ്യവും നടക്കും, ഇവിടെ വരുമെന്ന് പറയുന്ന പ്രഘോഷണ മേഖലയെ വിശ്വാസത്തിന്റെ പ്രഘോഷണ മേഖലയായിട്ട് കാണാൻ സാധ്യമല്ല. അവിടെ യഥാർത്ഥത്തിൽ സത്യവിശ്വാസമല്ല പകർന്നു കൊടുക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടതകളും ഒക്കെ സ്വർഗത്തിന് അവകാശികളാക്കുന്നവയാണ് എന്ന കാര്യമല്ല പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ സഹനങ്ങളെ മുതലെടുക്കാൻ, അതുകൊണ്ട് സമ്പത്ത് ആർജിക്കാൻ ശ്രമിക്കുന്നവയായിട്ട് മാറിപ്പോകുന്നു. അങ്ങനെ സമ്പത്ത് ആർജിക്കുന്നുണ്ട്. അങ്ങനെയാണ് സമ്പത്ത് കുമിഞ്ഞുകൂടുന്നത്, സ്വസ്ത്രക്കാഴ്ച കുമിഞ്ഞുകൂടുന്നത്, ആളുകളുടെ കയ്യിൽ നിന്ന് സമ്പത്ത് അടിച്ചു മാറ്റി സ്വന്തം ജീവിതം സുഖകരമാക്കുന്നത്, എന്നിട്ട് ദൈവം തരുന്നതാണ്, ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബോഷ്കാണ്. കർത്താവിന്റെ വഴിയെ ഇറങ്ങിപ്പോയ ഏതെങ്കിലും ഒരു വിശുദ്ധാത്മാവ് സുഖഭോഗങ്ങളിൽ ജീവിച്ചതായിട്ടോ സമ്പത്ത് ആർജിച്ചതായിട്ടോ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയതായിട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എല്ലാം പരാജിതരായിട്ട് പോയ ആളുകളാണ്. രോഗങ്ങൾ സഹിച്ചവരാണ്, ദുരിതങ്ങൾ സഹിച്ചവരാണ്, അപമാനം സഹിച്ചവരാണ്, രക്തം ചിന്തിയവരാണ്, കഷ്ടതയിലൂടെ കടന്നുപോയവരാണ്. വിശുദ്ധരുടെ ജീവിത പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. അതിന് വിപരീതമായി സംഭവിക്കുന്നു. സാമ്പത്തികമായ ഉന്നമനമുള്ള കേന്ദ്രങ്ങളായിട്ട് മാറുന്നു, സമ്പത്തിന്റെ കൂമ്പാരമായി മാറുന്ന ശുശ്രൂഷ മേഖല യഥാർത്ഥത്തിൽ വിശ്വാസ വിരുദ്ധതയാണ് പ്രഘോഷിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് അവസാനം ചോദിക്കുന്നത്, താങ്കൾക്ക് ഒരു ജലദോഷമുണ്ടായാൽ താങ്കൾ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണുന്നത് ഒരു കാര്യസാധ്യത്തിനല്ലേ എന്നാണ്. സുഹൃത്തെ, ഭക്ഷണം കഴിക്കുന്ന കാര്യസാധ്യത്തിനല്ലേ? നമ്മൾ ചെയ്യുന്ന സ്വാഭാവിക പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് നാം ജീവനം നടത്തുന്നത്. ഇനി ജലദോഷം വന്നാൽ സ്പെഷ്യലിസ്റ്റിനെ കാണുമെന്ന് വെച്ചാൽ അത് താങ്കളുടെ കാര്യത്തിൽ അങ്ങനെയായിരിക്കും. യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ കാണാറില്ല. ജലദോഷം ഒരു ആവശ്യമായ രോഗമാണ്. പനി, ചുമ, ജലദോഷം, ഛർദി, വയറിളക്കം ക്രമമായി വന്നാൽ ഇന്ന് 5 കാര്യങ്ങളും വരേണ്ടതാണ്. ശുദ്ധീകരണ രോഗങ്ങളാണ്. അത്തരം രോഗങ്ങൾക്ക് ചികിത്സിച്ചാണ് ജലദോഷമുള്ളയാൾ സൈനസൈറ്റിസ് ഉള്ളയാളായിട്ട് മാറുന്നു, സൈനസൈറ്റിസ് ഉള്ളയാൾ മൈഗ്രെയിൻ ഉള്ള ആളായിട്ട് മാറുന്നു, മൈഗ്രെയിൻ ഉള്ള ആൾ പിന്നെ ആസ്മയുള്ള ആളായിട്ട് മാറുന്നു, ആസ്മയുള്ള ആൾ പിന്നീട് സോറിയാസിസ് ഉള്ള ആളായിട്ട് മാറുന്നു. അങ്ങനെ ഒരു അക്യൂട്ട് ഡിസീസിനെ ക്രോണിക് ഡിസീസാക്കി മാറ്റും. അതാണ് അതിന്റെ അബദ്ധം. ജലദോഷത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. ജലദോഷത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ആവശ്യത്തിന് നിങ്ങൾ ഒരു വിദഗ്ധനെ കാണുന്നു എന്ന് പറയുന്നത് പോലെ അല്ല ആധ്യാത്മികത. ആധ്യാത്മികത നിങ്ങളുടെ ആവശ്യങ്ങളുടെ പുറകിലുള്ള കാരണം വെളിപ്പെടുത്താൻ, നിങ്ങൾക്ക് അത് ജീവിതത്തിൽ അപ്രകാരം ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കാൻ, അപ്രകാരം നിങ്ങളുടെ ജീവിതാവസ്ഥയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളും കഷ്ടതകളും എങ്ങനെ നിത്യഭാഗ്യത്തിന് ഉപകാരപ്പെടും വിധമാക്കി തീർക്കാം എന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്.
അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ധനമാർജിക്കുകയും പ്രശസ്തി ആർജിക്കുകയും അധികാരപൂർണമായ ജീവിതം നടത്തുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് നമ്മൾ വിമർശിക്കുന്നത്. സാമ്പത്തികമായ കടബാധ്യത ഉണ്ടാകുമ്പോൾ ആളുകൾ ധ്യാനം കൂടാൻ പോകും. ആ ധ്യാനം കൂടുമ്പോൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുന്നു വ്യാമോഹിപ്പിക്കരുത്. നിങ്ങൾ സമ്പത്തിനോട് നിങ്ങൾക്കുള്ള ഈ പ്രതിപത്തി, സമ്പത്തിന്റെ അധികാരവശം, ആ അധീശത്വം അവസാനിപ്പിക്കാൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കേണ്ടത്. കടബാധ്യതയുള്ള ഒരാള് ആ കടബാധ്യതയിൽ പെടുന്നത് എന്തുകൊണ്ടാണ്? അതിന് പല കാരണങ്ങളുണ്ടാകാം. ഇപ്പോൾ ദരിദ്രർ കൂടുതൽ ദരിദ്രരാക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. അത് രാഷ്ട്രീയ അധികാരം നമ്മുടെ മേൽ വെക്കുന്നൊരു നുകമാണ്. അപ്പൊ അതിന് പരിഹാരമായിട്ട് പ്രാർത്ഥിച്ചാൽ മതിയോ? അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലേ. ഇപ്പൊ നമ്മുടെ ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു, അവിടെ പ്രതിഷേധം ഉണ്ടാകുന്നു, സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ്. അത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, കാര്യമൊക്കെ നടക്കും, അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ അന്ധവിശ്വാസമല്ല വിശ്വാസം. നിങ്ങളുടെ ജീവിത പ്രയാസങ്ങളും പ്രശ്നങ്ങളുടെയും മൂല കാരണം അതെന്താണ്, അതിലെ ആത്മീയത എന്താണ്, ക്രിസ്തു നിങ്ങളോട് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് തിരിയാൻ വേണ്ടിയാണ്. സാമ്പത്തികമായ വീഴ്ച ഉണ്ടാകുന്നതിന്റെ കാരണം എന്തെന്ന് കണ്ടുപിടിക്കുകയും ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് നമ്മൾ വിദഗ്ധരെ കാണേണ്ടി വരും. എങ്കിലൊരു കാര്യം ചോദിക്കട്ടെ, ഈ മൈക്ക് ഉപയോഗിച്ച് പ്രസംഗിക്കണെന്തിനാ? വെറുതെ പറഞ്ഞാൽ പോരെ, എല്ലാവരും കേൾക്കൂലേ? നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കണെന്തിനാ? നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കണെന്തിനാ? ഇതൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ച് അവരായിട്ട് കാര്യം കാണാൻ വേണ്ടിയാ. അതിനുള്ള ശക്തി നമുക്ക് നൽകുന്നത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് അവയൊക്കെ ഉപേക്ഷിക്കാനല്ല പറയുന്നത്. നിങ്ങൾ ഇപ്രകാരം രോഗിയാകുമ്പോൾ, സാമ്പത്തികമായി തകരുമ്പോൾ, കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ ചൂഷണം ചെയ്യുന്നതായി മാറരുത് ശുശ്രൂഷകൾ. നിങ്ങൾ രോഗത്തിന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയരുത്, ചികിത്സിക്കണമെന്ന് കൂടി പറയണം. രോഗത്തിന്റെ കാരണം കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കാൻ കൂടി പറയണം. അല്ലാതെ പേപ്പർ കത്തിച്ച് കഴിച്ചാൽ രോഗം മാറുമെന്ന് പറയരുത്. സ്വഭാവം മാറാൻ ഒരു ധ്യാന കേന്ദ്രത്തിലെ ഒലിവെണ്ണ 3 ദിവസം കഴിച്ചാൽ മതി എന്ന് പറയരുത്. മാതാവിന്റെ പ്രത്യേക ദിനങ്ങളായ ബുധനും ശനിയും നിങ്ങൾ ഈ ഒലിവെണ്ണ, വിശുദ്ധ തൈലം ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് തെറ്റ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം ശാപമാണെന്നും ഇവിടെ വന്ന് ധ്യാനം കൂടിയാൽ ഈ ശാപങ്ങൾ മാറിത്തീരുമെന്നും പറയരുത്. ശപിക്കപ്പെട്ടവരല്ല നിങ്ങളെന്നാണ് പഠിപ്പിക്കേണ്ടത്. സ്നേഹവും കാരുണ്യവും ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിലാണ് ഈ കഴിഞ്ഞ വാരങ്ങളിൽ വന്ന ചോദ്യങ്ങൾ, അവയ്ക്കുള്ള മറുപടികൾ. ആ മറുപടികൾ ഉത്തരവാണോന്നില്ല, വീണ്ടും നിങ്ങൾക്ക് ആലോചിക്കാം, നമുക്ക് സംസാരിക്കാം. സംവാദാത്മകമായൊരു തലം ഉണ്ടാകുക എന്നതാണ് പരമപ്രധാനം. ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും നമുക്ക് മുൻപോട്ട് പോകാം. ആരെയും കുറ്റപ്പെടുത്താനോ ഏതെങ്കിലും തരത്തിൽ തരം താഴ്ത്താനോ ഒന്നുമല്ല ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. നമ്മളിങ്ങനെ അറിവിന്റെ കൂമ്പാരവും നിങ്ങളിങ്ങനെ സാധാരണക്കാർ ആ നിലയ്ക്കൊന്നുമല്ല. ദൈവത്തിന്റെ രഹസ്യം എല്ലാവർക്കും വെളിപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യരോടും, വിശ്വാസികളോട് മാത്രമൊന്നുമല്ല. വിശ്വാസ വിരുദ്ധരായ ആളുകളോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്, അവരുടെയും ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അവരറിയുന്നില്ലെന്ന് മാത്രം. നമ്മളത് അറിയുന്നവർ എന്നതിലേക്ക് ആശ്രയബോധത്തോടെ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നാം ഈ കർമ്മം ചെയ്യണം. ജീവിതമെന്ന ധർമ്മം നിറവേറ്റണം. അങ്ങനെ നിറവേറ്റുമ്പോഴാണ് നമുക്ക് നിത്യത അവകാശമാകുക. മാത്രമല്ല നമ്മളെ ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാകും. അതുകൊണ്ട് നമുക്ക് തുടരാം. നിങ്ങൾ കൂടുതൽ പേർക്ക് ഈ വീഡിയോകൾ അയച്ചു കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ആളുകളോട് പറയണം, കൂടുതൽ പേർ ഇത് കാണാനിടയാകണം, അഭിപ്രായങ്ങൾ പറയണം. അങ്ങനെ നമുക്ക് ഈ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകാം. തിരുഷ്ട മീഡിയയുടെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.